രാജ്യത്തെ നടുക്കിക്കൊണ്ട് ഇന്ന് രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം നടത്തി. കുറച്ച് ദിവസങ്ങളായി ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ പങ്കുവെക്കാനുണ്ട് എന്ന് രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ഒരു ആറ്റം ബോംബ് തന്നെയായിരുന്നു രാഹുൽ കയ്യിൽ കരുതിയത്. ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കണക്കുകൾ നിരത്തിയുള്ള രാഹുലിന്റെ ആരോപണത്തിന് ഇപ്പോൾ ചൂട് പിടിച്ചിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളിലടക്കം ഇത് സംബന്ധിച്ച വലിയ ചർച്ചകൾ നടക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചത് വോട്ട് മറിച്ചാണ് എന്ന് രാഹുൽ കണക്ക് നിരത്തി ഇന്ന് രാജ്യത്തോട് പറഞ്ഞു. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇത് പ്രതീക്ഷിച്ചതിനും അപ്പുറത്തുള്ള അടിയായിരുന്നു. വ്യക്തമായ കണക്കുകൾ നിരത്തി രാഹുൽ ഇതാദ്യമായാണ് ഇത്രയും കൃത്യതയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വരുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കം ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് നടത്തിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എങ്ങനെയാണ് എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും പലപ്പോഴായി ഉയർന്നിരുന്നു. രാജ്യത്ത് BJP സർക്കാർ അത്ര മികച്ച പ്രവർത്തനമൊന്നുമല്ല മുന്ന് കാഴ്ചവെച്ചത്. രണ്ടാം മോദി സർക്കാർ വളരെ വലിയ പരാജയമായിരുന്നു എന്ന ആക്ഷേപം നിലനിന്നിരുന്നു. മോദി നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല എന്നും ആക്ഷേപമുണ്ടായിരുന്നു. എന്നിട്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJPക്ക് എങ്ങനെ അധികാരം പിടിക്കാനായി എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നുണ്ടായിരുന്നു. രാഹുലിന്റെ ആരോപണം കൂടി ഇതുമായി കൂട്ടി വായിക്കുമ്പോൾ വലിയ രീതിയിൽ വോട്ട് മറിച്ചതായാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ കണക്കുകൂട്ടുന്നത്. നോക്കൂ, രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വമ്പൻ കളികൾ നടത്തിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചാൽ അത് നമുക്ക് ശരിവെക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ചാണ് ഇന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത്. BJP ഒരു തരത്തിലും കണക്കുകൂട്ടാത്ത പ്രഹരമായിരുന്നു അത്. രാജ്യത്ത് വോട്ട് മോഷണം നടക്കുന്നുണ്ട് എന്നും ഹരിയാന തെരഞ്ഞെടുപ്പോടെ അത് വ്യക്തമായതാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഡൽഹിയിലെ ഇന്ദിരാഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. മഹാരാഷ്ട്രയിൽ 5 വർഷം കൊണ്ട് ചേർത്തതിലും അധികം വോട്ട് 5 മാസം കൊണ്ട് ചേർന്നു. ഹരിയാനയിലെയും കർണാടകയിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ മാറ്റിയതിലും സംശയമുണ്ട് എന്ന് രാഹുൽ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ 5 മണിക്ക് ശേഷം പോളിംഗ് നിരക്ക് കുതിച്ചുയരുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത്. CCTV ദൃശ്യങ്ങൾ അടക്കം 45 ദിവസം കൊണ്ട് നശിപ്പിച്ചു. ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവ നശിപ്പിച്ചത്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടെ 1 കോടി പുതിയ വോട്ടർമാർ ചേർക്കപ്പെട്ടു. 6 മാസം കൃത്യമായ പരിശോധന നടത്തി. ഇലക്ട്രോണിക് ഡാറ്റ പരിശോധിച്ചാൽ 30 സെക്കൻഡ് കൊണ്ട് തീരേണ്ട ജോലി 6 മാസം എടുത്താണ് ഞങ്ങൾ നിർവഹിച്ചത് എന്നാണ് രാഹുൽ ഇന്ന് പറഞ്ഞത്. ഇലക്ട്രോണിക് ഡാറ്റ കമ്മീഷൻ രാഹുലിന് നൽകിയില്ല. നൽകിയ ഡാറ്റ ഇലക്ട്രോണിക് റീഡിന് കഴിയാത്തവയായിരുന്നു എന്നും രാഹുൽ പറഞ്ഞു വെച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുന്നുവെന്ന് വ്യക്തമാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത് പഠിക്കാൻ ടീമിനെ വെച്ചു. വോട്ടർ പട്ടികയിലെ ഓരോ ചിത്രവും പേരും വിവരങ്ങളും ഞങ്ങൾ വിശദമായി പരിശോധിച്ചു. സോഫ്റ്റ് കോപ്പി തരാത്തതിനാൽ കടലാസ് രേഖകളാണ് പരിശോധിച്ചത്. കർണാടകയിൽ പ്രതീക്ഷിച്ചത് 16 സീറ്റുകൾ, കിട്ടിയത് 9 സീറ്റുകൾ. നഷ്ടമായ ഒരു ലോക്സഭാ സീറ്റിലെ ഒരു നിയമസഭാ സീറ്റിനെ കുറിച്ച് പഠിച്ചു. മഹാദേവ്പുര നിയമസഭാ മണ്ഡലം. അവിടെ ലോക്സഭയിലെ BJPയുടെ ഭൂരിപക്ഷം 32,707 ആയിരുന്നു. ഈ മണ്ഡലത്തിൽ 1,14,046 വോട്ട് BJPക്ക് ഭൂരിപക്ഷമുണ്ട്. ഒറ്റ നിയമസഭാ മണ്ഡലത്തിന്റെ ബലത്തിലാണ് ആ ലോക്സഭാ സീറ്റ് BJP പിടിച്ചത്. 1,250 വോട്ട് അവർ മോഷ്ടിച്ചു. ഒരു വോട്ടറുടെ പേര് 4 ബൂത്തുകളിലുണ്ട്. ഇങ്ങനെ നിരവധി വോട്ടർമാരാണ് ഉള്ളത്. ഒരാൾ പല സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിലുണ്ട്. വ്യാജവിലാസങ്ങൾ 40,000-ന് മുകളിലാണ്. പലരുടെയും അച്ഛന്റെ പേര് അക്ഷരങ്ങൾ മാത്രമാണ്. പല വീട്ടു നമ്പറുകളും 0. ഒരേ വിലാസത്തിൽ 80 വോട്ടർമാർ. തിരിച്ചറിയൽ ഫോട്ടോകളില്ലാത്ത 4132 വോട്ടർമാർ.
33,692 വോട്ടർമാർ. ഫോം 6 ദുരുപയോഗം ചെയ്തു. ആദ്യമായി വോട്ട് ചെയ്യുന്നവർ നൽകുന്ന ഫോമാണ് ഇത്. 70 വയസ്സിന് മുകളിലുള്ള സ്ത്രീ വരെ ഈ ഫോം നൽകി. ഈ സ്ത്രീ 2 ഇടങ്ങളിൽ വോട്ട് ചെയ്തു. 1 ലക്ഷത്തിലധികം വോട്ടുകൾ ഇത്തരത്തിൽ പല മാർഗങ്ങളിലൂടെ മോഷ്ടിച്ചു എന്നാണ് രാഹുൽ ഇന്ന് ആരോപിച്ചത്. ഹരിയാനയിലും അട്ടിമറി ഉണ്ടായി എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. 1 ലക്ഷം വ്യാജ വോട്ടർമാരാണ് അവിടെ ഉണ്ടായത്. ഭരണഘടനയ്ക്കെതിരായ കുറ്റകൃത്യമാണ് നടന്നത് എന്നും രാഹുൽ ഊന്നി പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 25 സീറ്റുകൾ ജയിച്ചത് 33,000 വോട്ടുകളിൽ താഴെ ഭൂരിപക്ഷത്തിലാണ്. മോദിക്ക് അധികാരത്തിലെത്താൻ 25 സീറ്റുകളിലെ അട്ടിമറി വേണ്ടി വന്നുള്ളൂ. ഇതുകൊണ്ടാണ് കമ്മീഷൻ ഡിജിറ്റൽ വോട്ടർ റോൾ തരാത്തത്. ഇലക്ട്രോണിക് വോട്ടർ കണക്കുകളും CCTV ദൃശ്യങ്ങളും കമ്മീഷൻ തരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവരും ഈ കൊള്ളയിൽ പങ്കാളികളാണ് എന്ന് ആഞ്ഞടിച്ചുകൊണ്ട് രാഹുൽ ഇന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് താൻ പറയുന്നത് സത്യമാണ് എന്ന് അറിയാമെന്നും അവർ തനിക്കെതിരെ നടപടി എടുക്കില്ല എന്നുമാണ് രാഹുൽ ഇന്ന് പറഞ്ഞു വെച്ചത്. എന്തായാലും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അത് ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ ചോദ്യത്തിന്റെ മുൾമുനയിൽ നിർത്തും.